ഗൈസ്, നോർത്തേൺ അയർലൻഡിൽ വന്നിട്ട് ആദ്യമായിട്ട് ട്രെയിനിൽ കയറാൻ പോകണം. എങ്ങനെയാണെന്ന് ഒരു പിടുത്തം. ഞങ്ങൾ വന്നപ്പോഴേക്കും ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പിടിച്ച് പുറത്താക്കുമെന്നുള്ള ടെൻഷനിലിരിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലും ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം ഉണ്ടെന്ന് അറിഞ്ഞത്. ഒരു രക്ഷപ്പെട്ട. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ബെൽഫാസ്റ്റിലാണ്. ട്രെയിനൊക്കെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയതുകൊണ്ട് തന്നെ 10-25 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് 10-15 മിനിറ്റ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പഴയ ബസ് സ്റ്റോപ്പ്. പുതിയ വന്നപ്പോൾ പഴയവൻ ആർക്കും വേണ്ട. ഹായ് മഞ്ഞ ടാക്സി. ഇപ്പോൾ ട്രിവാൻഡ്രം നഗരക്കാഴ്ചയിൽ പോയിട്ടുള്ളവരുണ്ടോ? അതിന്റെ ന്യൂജൻ വേർഷനാണിത് ഈ കാണുന്നത്. ഒരു മുടിഞ്ഞ മഴ ഗൈസ്. പെട്ടെന്ന് മഴയിൽ രാത്രിയല്ല രാവിലെയാണ് ബെൽഫാസ്റ്റിൽ വല്ലാത്തൊരു നിഗൂഢമായ മഴ. ഈ കാണുന്ന ഏഷ്യൻ സ്റ്റോർ തപ്പിയാണ് ബെൽഫാസ്റ്റ് വരെ ഞങ്ങൾ എത്തിപ്പെട്ടത്. നാട്ടിലെ സൂപ്പർ മാർക്കറ്റിൽ പോയ ഫീലായിരുന്നു. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. മീൻ പലതരത്തിൽ. ഞാൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് എന്നോടൊരു താല്പര്യമില്ല. ട്രിവാൻഡ്രംകാരുടെ കക്ക ഇറച്ചി അഥവാ കല്ലുമക്കായ ഇവിടെ തുണിയിട്ടതും തുണി ഇടാത്തതും കിട്ടും. നമ്മുടെ നാട്ടിലെ വാഴക്കൊമ്പ് വരെ ഇവിടെ കിട്ടും. പക്ഷെ കളിഞ്ഞിരിക്കുകയാണ് നാട് കടന്നു വന്നതാണ്. അതിൻ്റെതായുള്ളൊരു അളിച്ചിലുണ്ട്. പിന്നെ നാട്ടിലെ പച്ചക്കറി വണ്ടി വരുന്ന പോലെ ആയിരുന്നു. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മുടെ ഏത്തക്കായ, ചീഞ്ഞ ഏത്തക്കായ ഒരു കൊട്ടയിൽ, ചെയ്യാത്തത് വേറൊരു കൊട്ടയിൽ. പിന്നെ പറയണോ, വെണ്ടയ്ക്ക, കോവയ്ക്ക, പച്ചമുളക് തുടങ്ങിയവ അത് വേറൊരു നിര. എന്തപ്പത് കേരളത്തിലെ പച്ചക്കറി മുഴുവനുണ്ടല്ലോ. നമ്മുടെ ഫ്രഷ് വാഴയില. ഇതുകൊണ്ടാ ഇഡലിയൊക്കെ ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നത്. ഇതാരപ്പാ നമ്മുടെ പരിപ്പുവടയും പഴംപൊരിയും അല്ലേ? രതീഷ്, ഉണരൂ രതീഷ്. ഈ തണുത്തുറഞ്ഞിരിക്കാണ്ട് എണീക്കൂ രതീഷ്. ഇത് തൂർഡാൽ. തൂർഡാൽ വേണ്ടവര് കമന്റ് ചെയ്യാം. നമ്മുടെ കപ്പയൊക്കെ ഫ്രോസൺ ആയി വെച്ചേക്കുന്ന പൊറോട്ട മലയാളത്തിൽ എഴുതിയേക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ പാർലേജി, മിൽക്കി ബിക്കീസ്, ലേസ് എന്തൊക്കെയാണപ്പാ. കേടുവരാണ്ടിരിക്കാനായിട്ട് കപ്പയൊക്കെ വാക്സിൽ മുക്കി വെച്ചേക്കും. അങ്ങനെ ഇതൊക്കെ കണ്ട സന്തോഷത്തിൽ അത്യാവശ്യം വേണ്ട സാധനം മേടിച്ച് ഞാൻ വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് തരാനായിട്ട് ചേച്ചിമാരുണ്ട്. ഇവിടെ ചേച്ചിമാരൊന്നുമില്ല, മെഷീൻസ് മാത്രമേ ഉള്ളൂ. എന്തായാലും നാട്ടിലെ കുറേ സാധനം എനിക്ക് മേടിക്കാൻ പറ്റി. ഇനി അതുകൊണ്ടുള്ള പരിപാടികളാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കന്നെ.